ഹായ് വെൽക്കം ബാക്ക് അഗെയിൻ. കയ്യിലുള്ളത് ബോസ് സ്റ്റെപ്പാണ്, ലോങ് സ്റ്റിക്ക് വടിയാണ്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്പിന്നിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് നിങ്ങൾ ആദ്യം വേണ്ടത് സ്റ്റിക്ക് വാങ്ങുകയാണ്. സ്റ്റിക്ക് വാങ്ങുന്ന സമയത്ത് ചെവിയുടെ ഈ ഒരു ഹൈറ്റ് എത്തുന്ന രീതിയിൽ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ചെവിയുടെ ഈ ഹൈറ്റ് എത്തുന്ന രീതിയിലുള്ള സ്റ്റിക്കാണ് വാങ്ങേണ്ടത്. പിന്നെ ചൂരലൊക്കെ വാങ്ങാൻ പ്രയാസമുള്ള ആളുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ PVC പൈപ്പ് വാങ്ങാൻ കിട്ടും. അത്തരം PVC പൈപ്പ് ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് സ്റ്റിക്ക് ക്യാച്ച് ചെയ്യേണ്ട രീതി സ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് നോക്കി ക്യാച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഞാൻ നിൽക്കുന്നത്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം സ്റ്റിക്കിൻ്റെ മേലെ അഗ്രഭാഗം നമ്മൾ ഈ കൈയിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ വെച്ചുകൊണ്ട് സ്റ്റിക്കിൻ്റെ ആ അഗ്രഭാഗം, മേലെ ഉണ്ടായിരുന്ന അഗ്രഭാഗം താഴെ എത്തി, മറ്റേ അഗ്രഭാഗം മേലെയും എത്തി. ഈ ഭാഗം കൊണ്ട് ഈ ഒരു സൈഡിൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു 0 ഇടുക. 0 ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ പോരാ. 0 ഇടുന്ന സമയത്ത് മറ്റേ സ്റ്റിക്ക് അതിൻ്റെ കൂടെ അടിയിലൂടെ ഇങ്ങോട്ട് വരണം. ഓക്കെ, 0 ഇട്ടിട്ട് ഇവിടെ എല്ലാം നിർത്തേണ്ടത്. 0 ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഏത് കൈ കൊണ്ടാണോ ചെയ്ത് ആ കൈയിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെയും ഒരു 0 ഇടുക. 0 ഇട്ടിട്ട് മറ്റേ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരണം. അതായത് ഇവിടെ നിന്ന് 0 ഇട്ട് തുടങ്ങി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് 0 ഇടുക. പിന്നെ ഫിഗറേറ്റർ റോൾ എന്നും പറയും. ഇതിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഓവർ മസിൽ പിടിച്ച് ടൈറ്റ് ചെയ്തുകൊണ്ട് ചെയ്യരുത്. ഫ്രീ ആയിട്ട് ലൂസായിട്ട് ചെയ്യും. ഈ റിസ്റ്റ് ജോയിന്റിൽ ഉള്ള ട്വിസ്റ്റ്, അതാണ് ഇതിൻ്റെ മെയിൻ. നിങ്ങൾ വേണ്ടത് ഈ ഒരു ഫ്ലോ കൈകൊണ്ട് സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് കയ്യിലൊന്നുമില്ലാതെ ഈ ഒരു രീതിയിൽ റൊട്ടേറ്റ് അല്ലെങ്കിൽ ഇതുപോലെ മൂവ് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം അതിലേക്ക് സ്റ്റിക്ക് വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സ്പിന്ന് ചെയ്യാൻ കഴിയും. വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്. അത് പ്രാക്ടീസ് ചെയ്ത് റെഡി ആയതിനു ശേഷം അതിൻ്റെ റിവൈസും ചെയ്യുക. റിവൈസ് അതേ കാര്യം തന്നെയാണ്, എങ്ങനെയാണോ വന്നത് അതുപോലെ തിരിച്ചു പോവുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മേൽഭാഗം അടിയിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ ഇനി ചെയ്യുമ്പോൾ അടിഭാഗം മേലോട്ട് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ 0 ഇട്ട് ഇവിടെയും തിരിച്ച് 0 ഇട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിവേഴ്സുമായി ദെൻ ഇവിടെ നമ്മൾ ചെയ്തു, അതിൻ്റെ റിവേഴ്സും ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് അതിൻ്റെ റിവേഴ്സ് ചെയ്യുക. ഇത് അടുത്ത വീഡിയോയിൽ അത് എക്സ്പ്ലനേഷനോട് കൂടി കാണിക്കാം. അപ്പോഴേ മനസ്സിലാകുള്ളൂ. ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഇതെല്ലാം പാടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടായിട്ട് മാറും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ അത് കാണിക്കാത്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോ വീണ്ടും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.